ആക്കി ഏലിയാവെ പോറ്റിയ എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ സന്ധ്യാസമയത്തെങ്കിൽ സമയങ്ങൾ വേർതിരിക്കുവാൻ ഒരുക്കപ്പെട്ട ദൈവീയ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഒരുമിച്ച് കർത്താവ് അവിടെ ഇരിക്കുന്നു, കൃപയ്ക്കുള്ളിൽ മറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ഇന്ന് വൈകിയ സമയത്ത് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ മുഖാന്തരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് ദീവേഷ് എന്നാണ്. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പുനലൂർ സെൻട്രൽ പെരുന്തോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ കൂട്ടായ്മയിൽ ആയിരിക്കുന്നു. കർത്തവേലയിൽ കഴിഞ്ഞ 23 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് സാവകാശം ഒരുക്കി. കുടുംബം, 2 കുഞ്ഞുങ്ങൾ ഒക്കെ ആയിരിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ സോമൻ പാസ്റ്റർ, ജോർജ് മാത്യു പാസ്റ്റർ ഞങ്ങൾ പുനലൂർ വെച്ച് കണ്ടിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ജിജോ ബ്രദർ പറഞ്ഞിങ്ങനെ മാത്യു ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുണ്ട്, ഒരു ഇച്ചിരി വ്യത്യാസം തോന്നല്ലോ എന്ന് പറഞ്ഞു. സ്വത്രം നേരി കണ്ടപ്പോൾ വ്യത്യാസം മാറി. പ്രിസലോൺ കർത്താവ് സഹായിക്കട്ടെ. ഈ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്ലസ്സൻ അച്ഛൻ, അങ്ങനെ എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. സന്തോഷമുള്ളവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അധികമായിട്ടൊന്നും പറയുന്നില്ല, അത് എനിക്ക് ലഭിച്ച സമയം വളരെ ചുരുക്കമായതുകൊണ്ട് വചന ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിലേക്ക് വേഗത്തിൽ കടക്കുകയാണ്. സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനമാണ് നമ്മൾ ഒരുമിച്ച് വായിച്ചത്. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണത്. എഫേസ്യർക്കെഴുതിയ ലേഖനം. ഒരു മനുഷ്യൻ ഒരിക്കൽ തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് പറഞ്ഞു, ദൈവഹിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും, നിങ്ങളുടെ അടുക്കൽ ഞാൻ മടങ്ങി വരും. അവർ പറഞ്ഞു കുറച്ച് നാളോടെ ഇവിടെ നിൽക്കണം, ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ്റെ പേരാണ് പൗലോസ്. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞിട്ട്, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാം. ആ പോയ യാത്ര ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ, പിന്നത്തേതിൽ ഒരു ചരിത്രമായി, പിന്നത്തേതിൽ വേദപുസ്തകത്തിനകത്ത് ഇടം പിടിക്കത്തക്ക നിലയിൽ, ഇന്നും നാം വായിക്കത്ത നിലയിൽ എഫേസ്യർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൻ്റെ തൂലിക ചലിപ്പിക്കുവാൻ ആ ഒരൊറ്റ വാക്കിടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവഹിതം എന്ന് പറയുന്നൊരു സംഗതിക്കകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, അമ്മ ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാനും നിങ്ങളും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ കരം ശക്തിയോടെ എൻ്റെ ഭാവി ജീവിത ഗമനങ്ങളിൽ വെളിപ്പെടുന്ന വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവഹിതമുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ ഇതിനൊരു വാക്ക് ഇന്ന് ചോദിക്കാൻ, നിങ്ങൾ ഇന്നത്തെ പാസ്റ്റ് എന്തോ പ്രസംഗിച്ച് ചോദിച്ചാൽ വേഗത്തിൽ പറയത്രയേ ഉള്ളൂ. ദൈവഹിതപ്രകാരമുള്ള അളവറ്റ ശക്തി, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയാണ്. സ്തോത്രം. അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലോസ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഒരു മനുഷ്യനെ പൗലോസ് പറഞ്ഞു, ആ മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു വാചകമാണ്, ആമേൻ സ്തോത്രം, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇവരെല്ലാവരും തികഞ്ഞവരാകണം. അപ്പോൾ തന്നെ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണമെന്ന് ആമേൻ കൊലോസ്യർക്കെഴുതിയ ലേഖനം എഴുതിയപ്പം എഫെഫ്രാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് 4:12 വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഇവരെല്ലാവരും തികഞ്ഞവരാകണം. എല്ലാവരും തികഞ്ഞവരാകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അമ്മ സ്വന്തം ദൈവഹിതം സംബന്ധിച്ച് ഒരു പൂർണ്ണ നിശ്ചയം ഉണ്ടാകണം. പറഞ്ഞതിൻ്റെ സാരം, സന്തോഷമായാലും പറയണം ഇത് ദൈവഹിതമാണ്, ജീവിതത്തിൽ കഷ്ടതയായാലും പറയണം ഇത് ദൈവഹിതമാണ്, രോഗമായാലും പറയണം ഇത് ദൈവഹിതമാണ്, നന്മയായാലും പറയണം ഇത് ദൈവഹിതമാണ്. അതിന് വിളിക്കുന്ന പേരാ ഒരു പൂർണ്ണ നിശ്ചയം. ഒരു പൂർണ്ണ നിശ്ചയം. അത് പറയുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു.
ഒരു പൂർണ്ണ നിശ്ചയം പറയണം. സ്തോത്രം. പൗലോസ് തൻ്റെ ഒന്നാം മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ സ്തോത്രം, ഒന്നാം മിഷണറി യാത്ര താൻ ഇങ്ങനെ സ്തോത്രം ആരംഭിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15:39 മുതൽ 18:19 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ്. 19 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ്. ആ വാക്യങ്ങൾക്കകത്ത് സ്തോത്രം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് ആദ്യം ആഗ്രഹിച്ചത് ബർണബാസിനോട് കൂടെ കൂട്ടണമെന്നായിരുന്നു. ബർണബാസിനോട് നമുക്ക് ഈ രണ്ടാം മിഷണറി യാത്രയിൽ എന്നോട് കൂടെ വരണം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ചിന്തിച്ചു. പക്ഷേ അവിടെ വെച്ച് പ്രത്യേകം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, ഒരു പ്രയാസമുണ്ടായപ്പം അവർ രണ്ടുപേരും വേർപെട്ടപ്പം ആരെ ഇനി കൂടെ കൂട്ടണമെന്ന് ചിന്തിച്ചു. ആരെ കൂടെ കൂട്ടണമെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് സ്തോത്രം ശീലാസിനെ കിട്ടിയും. സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സ്തോത്രം ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും രണ്ട് കാര്യം പറയാം. അദ്ദേഹം സ്തോത്രം ഉറപ്പിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചിരിക്കുമ്പോൾ അവരെ ബലപ്പെടുത്തുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒത്തിരി കൃപകളൊന്നുമില്ലെങ്കിലും ഇന്ന് രാത്രി വീഴാൻ പോകുന്നവനെ, ക്ഷീണിച്ചിരിക്കുന്നവനെ, തളർന്നു പോയവനെ, നിരാശപ്പെട്ടിരിക്കുന്നവനെ ഒന്ന് താങ്ങുവാൻ കഴിഞ്ഞാൽ നീ ഒരു പ്രവാചകനേക്കാൾ വലിയവനാണ്. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെ വീഴാൻ പോകുന്നവനെ താങ്ങുന്നവനായ സ്തോത്രം ശീലാസിനെ കൂട്ടുപിടിച്ചു. അതുകൊണ്ട് പിന്നത്തേതിൽ ശീലാസ് വേദപുസ്തക ചരിത്രത്തിൽ പൗലോസിനോട് കൂടെ ശക്തനായൊരു ശുശ്രൂഷകനായിട്ട് തീർന്നു. സ്തോത്രം. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്തോത്രം ഒന്നാം മിഷണറിയിൽ യാത്രയിൽ പോയ സുറിയയിൽ തുടങ്ങുകയാണ് അവരുടെ യാത്ര. സുറിയയിൽ തുടങ്ങിയിട്ട് കിലിക്കിയയിലെത്തുന്നു, ദെർബയിലെത്തുന്നു, സ്തോത്രം ദെർബയിൽ നിന്ന് ലുസ്ത്രയിലെത്തിയപ്പോൾ സ്തോത്രം അവിടെ സ്തോത്രം ഹല്ലേലൂയ തിമോത്തിയോസിനെ കണ്ടുപിടിക്കുകയാണ്. തിമോത്തിയോസിനെ കുറിച്ച് നല്ലൊരു സാക്ഷ്യം സ്തോത്രം ലുസ്ത്രയിലുള്ള ജനത്തിനിടയിലും ഇക്കോനിയിലുള്ള ജനത്തിനിടയിലും ഒക്കെ നല്ലൊരു സാക്ഷ്യം അങ്ങോട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം സ്തോത്രം ഈ പൗലോസ് അവർ മൂന്നോട് കൂടി ഇക്കോനിയ ദേശങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവിടെ സഭകളെല്ലാം വളരുകയാണ്, പെരുകി വരികയാണ്. അങ്ങനെ പെരുകി വരുമ്പോൾ ഹല്ലേലൂയ പൗലോസിന് ആവേശം കൂടിയിട്ട് പൗലോസ് ആസിയയ്ക്ക് തിരിഞ്ഞു. ആസിയയ്ക്ക് പോകുന്ന ഭാഗത്തോട്ട് തിരിയുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ ആസിയിൽ വചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഇതിനും പറയണം ദൈവഗീതവാ, സ്തോത്രം. എന്നാൽ അത് ദൈവഗീതം ചിന്തിച്ചുകൊണ്ട് സ്തോത്രം നേരെ ഫ്രുഗ്യ വഴി ഗലാത്യയിൽ കൂടെ മൂസിയിലെത്തിയപ്പോൾ അവർക്ക് എന്നാൽ ബിദൂനിയിലേക്ക് പോകാം. ഉടനെ ബിദൂനിയിലേക്ക് പോകാൻ തിരിച്ചപ്പം അവിടെ എഴുതിയിരിക്കും യേശുവിൻ്റെ ആത്മാവോ അവരെ പോകാൻ ബാക്കി പറഞ്ഞാട്ടെ. അവരെ സമ്മതിച്ചില്ല. സ്തോത്രം ഹല്ലേലൂയ. ചിലയിടത്ത് വിലക്ക് വരുമ്പോൾ, ചിലയിടത്ത് ഒഴിവാക്കപ്പെടുമ്പോൾ, ചിലയിടത്ത് പ്രവേശിപ്പിക്കാതിരിക്കുമ്പോൾ, ചിലത് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചില അനുവാദങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, ചില വഴികൾ അടയുമ്പോൾ, ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി എനിക്ക് പറയാൻ ദൂതുണ്ട്. അത് ദൈവഹിതമെന്ന് പറഞ്ഞ് മുട്ടുമേലിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. പരാതി പറയരുത്, പരിഭവം പറയരുത്. ഇന്ന് രാത്രി ചിലത് അടയുമ്പോൾ പറയണം ഇത് ദൈവഹിതവാ. ചിലത് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവാതിരിക്കുമ്പം ഭാരപ്പെടേണ്ട, ഇത് ദൈവഹിതമെന്ന് പറ. അതിനപ്പുറം ദൈവത്തിന് ചില പദ്ധതികൾ ദൈവത്താൽ ഒരുക്കപ്പെട്ട് വെച്ചിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി ഈ വചനം പറയുമ്പോൾ തിരിച്ചറിയുക. എന്തിനാ തലയും കുമ്പിട്ടിരിക്കുന്നത്? എന്തിനാ മുഖംപടി നടക്കുന്നേ? എന്തിനാ നിരാശപ്പെടുന്നേ? ദൈവഹിതം സ്തോത്രം എന്ന് പറയുന്നത് എൻ്റെ പദ്ധതി അല്ല. പ്രീസ്തലോ. എന്നോട് ഒരാൾ ചോദിച്ചോണ്ടേ എങ്ങനെയായെന്ന്. ഞാൻ ചോദിച്ചു എന്തുവാ ഉദ്ദേശിക്കുന്നത്? അല്ല എങ്ങനെയാണ് നിങ്ങൾ ഈ സുവിശേഷക്കാരനായത്? സ്തോത്രം. പ്രീസ്തലോ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ എന്തെങ്കിലും ആകാൻ വേണ്ടി വന്ന ആളല്ല, ഞാൻ എന്തെങ്കിലും ആകണം എന്ന് പറഞ്ഞ് വന്ന ആള് അല്ല. ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ സ്തോത്രം അന്നൊക്കെ ഈ ഡ്രമ്മടിയുണ്ട്, ഇപ്പം ഡ്രമ്മടിയില്ല നാട്ടിൻപുറത്ത്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഈ ഡ്രമ്മടി കേട്ടപ്പം ഈ ഡ്രമ്മടിയുടെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് പോയി എന്താ അവിടെ നടക്കുന്നതെന്ന് കാണാൻ പോയ ഒരാളാണ്. സ്തോത്രം. പ്രൈസ്തലോ. സ്തോത്രം. ഡ്രമ്മടി കേട്ടുകൊണ്ട് പോയി, സുവിശേഷം കേട്ടുപോയില്ലേ കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ഈ ഡ്രമ്മടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് അവിടെ അങ്ങോട്ട് ചെന്ന് സ്തോത്രം ഹല്ലേലൂയ ചെന്ന് എന്താണെന്നറിയാൻ വേണ്ടി നോക്കാൻ പോയി ഞാൻ. ഞങ്ങളുടെ ചർച്ചിൻ്റെ അടുക്കൽ ഒരു പറങ്കംകൂട്ടമുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇരുട്ടാണ്. അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആരോ ഒരു പ്രേരണ തരികയാണ്. സ്തോത്രം. നീ ചെന്നാൽ ചിലപ്പോൾ ഒരു കയറ്റത്തിലെങ്കിലോ, പ്രൈസ്തലോ, നീ ചെന്നാൽ ഇവർ കയറ്റത്തിലെങ്കിലോ. അങ്ങനെ സ്തോത്രം തിരിഞ്ഞ് മടങ്ങി ഞാൻ വീട്ടിലേക്ക് പോയപ്പം സ്തോത്രം വിവാഹിതനാണ്. സ്തോത്രം. പുള്ളിക്കാരി ചോദിച്ചു എന്താ പോയിട്ട് കയറിയില്ലയോ, പറ്റിയില്ലയോ? സ്തോത്രം. ഞാൻ നാണം കെട്ടു. രണ്ടാമത്തെ ദിവസവും സ്തോത്രം ഈ ഡ്രമ്മടി കേട്ടപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പോകുക എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി സ്തോത്രം ഇതേ സ്ഥലത്ത് വീണ്ടും അകത്തൊരു ഒരു വല്ലാത്ത പ്രേരണ. നമ്മളെ കയറ്റിയില്ലെങ്കിലോ. സ്തോത്രം. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാർ വീണ്ടും നിൽക്കുക. സ്തോത്രം. പോയില്ലയോ?
അതൊരു വല്ലാത്ത പരിഹാസമായി. സ്വോത്രം ഹല്ലേലൂയ. ശനിയാഴ്ച രാത്രി ആമേൻ സ്വോത്രം ഹല്ലേലൂയ ഡ്രമ്മടി കേട്ടു. ഞാൻ ചെന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഈ ആരംഭത്തിലെ പാട്ടിന് ഡ്രമ്മടിക്കും അവസാനത്തെ പാട്ടിന് ഡ്രമ്മടിക്കുമെന്ന്. ശനിയാഴ്ച കേട്ടത് അവസാനത്തെ പാട്ടിന് ഡ്രമ്മടിയായിരുന്നു. സ്വോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങോട്ട് ചെന്നിട്ട് ആമേൻ സ്വോത്രം ആമേൻ സ്വോത്രം നിന്നത് ആമേൻ സ്വോത്രം എൻ്റെ ബന്ധുക്കോസ് ദൈവസഭയിൽ അനുഗ്രഹനായ പ്രവാചകനായി ജോൺസൺ പാസ്റ്റർ കൊണ്ടുവരാം. സ്വോത്രം അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗമാണ്. സ്വോത്രം അദ്ദേഹം നല്ലൊരു മീൻപിടുത്തക്കാരനാണ്. ആരെ ആമേൻ സ്വോത്രം കിട്ടിയാലും വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് പണിതെടുക്കും. ആമേൻ സ്വോത്രം ഹല്ലേലൂയ. അങ്ങോട്ട് ചെന്ന് നിന്നതും എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു എന്താ വന്നത്. എനിക്ക് അന്നേരം വായി വന്നത് ഒറ്റ വാക്കാൻ, നിങ്ങളുടെ കൂടെ വന്നേന്ന് പറഞ്ഞു. സ്വോത്രം എന്തിനാ അങ്ങനെ പറഞ്ഞു, എനിക്ക് അന്നും അറിയത്തില്ല ഇന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കൂടെ കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്നപ്പോൾ ഞങ്ങൾ ഷേർലി ആൻറ്റിയുണ്ട്. ഷേർലി മാമ ഞാൻ എങ്ങും മറക്കത്തില്ല. അമ്മ ഷേർലി മാമ ഞാൻ സ്വോത്രം കയറി അങ്ങോട്ട് ചെന്നിരുന്നപ്പോൾ അമ്മ സ്വോത്രം എൻ്റെ മുന്നിലേക്കൊരു മേശയിൽ ഒരു പാത്രം മിച്ചർ വന്നു. സ്വോത്രം എങ്ങനെ വന്ന് എനിക്കറിയത്തില്ല. അമ്മ സ്വോത്രം ഹല്ലേലൂയ. ഒരർത്ഥത്തിൽ പറഞ്ഞ ആ മിച്ചറായി എന്നെ ഒന്നുകൂടെ ഉറപ്പിച്ചത്. സ്വോത്രം പറഞ്ഞില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പാത്രം വച്ചാ സത്യം വച്ചാ ഒരു പാത്രം മിച്ചർ എന്നെ ഉറപ്പിച്ചു. എന്തറിയോ, ഞാനൊക്കെ എത്രയോ ബന്ധുവീടുകളിൽ ചെന്നിട്ടുണ്ട്. വെള്ളം കുടിച്ചോ, ആഹാരം കഴിച്ചോ, ചോദിച്ചിട്ടില്ല. എന്നെ അറിയാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത ആ ഫെയ്ത്ത് റൂമിലോട്ട് ചെന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒരു പാത്രവും മിച്ചറുമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന അമിസ്തോത്ര ദൈവസ്നേഹത്തിൻ്റെ സൽക്കാര പ്രവൃത്തിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിനകത്തൂടെ ദൈവശക്തി വ്യാപരിച്ചു, അതിനകത്തൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ സൽക്കാരത്തിൽ കൂടെ ദൈവമായ കർത്താവ് എന്നെ ഉടച്ചെടുത്തതാണ്. പിറ്റേന്ന് അന്ന് വൈകിട്ട് പോകുന്നത് പാസ്റ്റർ പറഞ്ഞു, ഒരു ബൈബിൾ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നാളെ യോഗം കൊണ്ട് വരണം. എന്തോ യോഗം എന്നറിയത്തില്ല കേട്ടോ, സഭായോഗത്തെ ഉദ്ദേശിച്ചേ. സ്തോത്രം വരണം. രാവിലെ ഈ യോഗത്തിൻ്റെ സമയം അറിയാത്തതുകൊണ്ട് രാവിലെ ഒരു 7:30 ആയപ്പോൾ ഹോളിൽ ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഹോള് തുറന്നിട്ട് പോലില്ല. സ്തോത്രം പ്ലീസിലോ. പാസ്റ്റർ വന്ന് ഹോളൊക്കെ തുറന്നു. എന്നോട് പറഞ്ഞ് ഞാൻ ചെന്ന് നിൽക്കുക, എവിടെ ഇരിക്കണം. പാസ്റ്റർ പറഞ്ഞ് ഇനി മുന്നിൽ വരാൻ പറഞ്ഞു. നമ്മുടെ കൊച്ചുകളിരിക്കുന്നത് മുന്നിൽ വന്നിരുത്തി. പ്ലീസിലോ മുന്നിലിരുത്തി. സ്തോത്രം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ പോലെ ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരി കൊച്ചുങ്ങൾ വന്ന് എൻ്റെ ഇടംബലമൊക്കെ ഇരിക്കുക. അവരുടെ ഇടയ്ക്ക് ഞാനിരിക്കുക. ഞാനാ മുന്നിലിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എനിക്കറിയത്തില്ല, അന്ന് പുറകിലെല്ലാവരും ഇരിപ്പുണ്ട്. സ്തോത്രം. അന്ന് കൃപയാൽ മുന്നിലിരുന്നതാ, ഇന്നും മുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഇരിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ മനസ്സിലായത് പിന്നെ ഒത്തിരി കാലം കഴിഞ്ഞിട്ടാ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, വരുമ്പം പുറകിലിരിക്കരുത്. ചായ കഴിവെങ്കിൽ മുന്നിൽ കയറി വരണം. പ്രൈസ് ദി ലോർഡ്. നാണോ ഇരിക്കേണ്ട. ആ ഇരിപ്പ് തമ്പുരാൻ ഉറപ്പിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഉറപ്പിച്ച മോനെ വ്യത്യാസം വരും. ഹല്ലേലൂയ. അന്നും അറിയത്തില്ല ഇതിനകത്ത് പാസ്റ്റർമാരുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ എൻ്റെ ദൈവദാസൻ എന്നെ കൊണ്ട് പലയിടത്ത് പോകും. പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ദിവസത്തിന് സുവിശേഷത്തിനുള്ള വിളിയുണ്ട്. എന്താ വിളിയുണ്ടാ? സുവിശേഷത്തിനുള്ള വിളിയുണ്ട്. സ്തോത്രം. എന്തോ സുവിശേഷ വിളിയെന്ന് എനിക്കറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിളി എന്തോ അറിയത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. വാസ് പറയും, നാളെ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് വരണം. എവിടെ പോകാനാ? ബൈബിൾ കോളേജ് പഠിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്റർ ഞങ്ങൾ ജോൺസൺ പാസ്റ്റർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അന്നും കേൾക്കും, ഇന്നും കേൾക്കും. ആമേൻ. സ്തോത്രം. കാലം പറഞ്ഞനുസരിച്ച് മാറ്റമൊന്നുമില്ല. അന്നും കേൾക്കും, ഇന്നും കേൾക്കും. ഗ്ലോറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. സ്തോത്രം. പാസ്റ്റർ എന്നെയും കൊണ്ട് കേരള തിയോളജി സെമിനാരി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ പാസ്റ്ററൊക്കെ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ ശുശ്രൂഷ ചെയ്യുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഈ തിയറിയും തിയോളജിയും ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു എന്തോ കോഴ്സ് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ എന്നെ നോക്കി, ഞാൻ പാസ്റ്ററെ നോക്കി, ഞങ്ങൾക്കും അറിയത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞു ഇവിടെ ഉള്ളൊരു കോഴ്സ് കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ചുരുക്കി പറഞ്ഞ് അവിടെ പഠിച്ചിറങ്ങി. ആമേൻ. സ്തോത്രം. ഇന്നും കൃപയാൽ ആമേൻ. സ്തോത്രം നിൽക്കുന്നു. എന്തെങ്കിലും ആകാൻ വന്നതല്ല, എന്തെങ്കിലും ആയിത്തീരാൻ വന്നതല്ല. ഇന്ന് രാത്രിയിൽ പറയാ, ആമേൻ, ചിലത് വിളക്കുമ്പോൾ, ചിലത് നഷ്ടപ്പെടുമ്പോൾ ഇന്ന് രാത്രി വിഷമിച്ച് വേദനിച്ചിരിക്കേണ്ട. ഇന്ന് രാത്രി ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഒരു ദൈവഹിതം കണ്ടിട്ടുണ്ടെങ്കിൽ, തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ബിദൂനിയയിൽ നിന്ന് ബിദൂനിയിലേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞപ്പം അവർ ത്രോവാസിലോട്ട് പോയി. ഈ ത്രോവാസിലോട്ട് പോയപ്പോൾ അന്ന് രാത്രി ഒരു ദർശനം നമുക്കറിയാം. ഒരു ദർശനം കണ്ടു. ആ ദർശനം എന്തുവായിരുന്നു? മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് വിളിക്കുക, ഇങ്ങോട്ട് വാ. ഈ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് നേരെ അവിടെ നിന്ന് സമത്ര വഴി നവപ്പുലി വഴി നേരെ ഫിലിപ്പിയിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയിലേക്ക് എത്തിയപ്പോൾ ആമേൻ. സഹോദര ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയെ
കൃപയാൽ ആ ഭവനം പ്രാർത്ഥനയ്ക്ക് തുറന്നു കൊടുത്തു. അവിടെ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴിയിൽ വെച്ചൊരു ഭൂതത്തെ പുറത്താക്കി. ആമേൻ സ്തോത്രം. അതിൽ പ്രകാരം അവർക്ക് കൊട്ടാരം കിട്ടിയില്ല, കൃപയാൽ അവർക്ക് ജയിൽ കിട്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിൽ കൂടെ ലഭിക്കുന്ന നന്മ ഇത്. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരമല്ല കിട്ടിയത്, ജയിൽ കിട്ടി, അടി ഉപദ്രവം കിട്ടി, ഉറുവേറ്റ് കാരാഗ്രഹത്തിൽ കിടന്നു. ആമേൻ സ്തോത്രം. അന്ന് രാത്രി അവർ പ്രാർത്ഥിച്ചു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമത്തിൽ കിടക്കുകയാണ് കാലുകളും. ആമേൻ സ്തോത്രം. അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചു. ആമേൻ സ്തോത്രം. തിരുവെഴുത്ത് വായിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആമേൻ വിശ്വാസത്തിൽ വന്നു. ആമേൻ ഇതിൻ്റെ പേര് ദൈവഹിതം. അടി കൊണ്ടപ്പോഴും പറഞ്ഞു ദൈവഹിതം, കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും പറഞ്ഞു ദൈവഹിതം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, ദൈവഹിതം എന്ന് പറയുന്ന സംഗതിക്കകത്ത് വലിയ പ്രാധാന്യതയുണ്ട്. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം പ്രാർത്ഥിച്ചോണം. ദൈവമേ, എൻ്റെ ഹിതത്തിന് വേണ്ടിയല്ല നീ ഓടേണ്ടത്, എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഓടേണ്ടത്, എൻ്റെ ആലോചന പ്രകാരമല്ല ഓടേണ്ടത്, എൻ്റെ കഴിവനുസരിച്ചല്ല ഓടേണ്ടത്. നിന്റെ ഹിതപ്രകാരം എനിക്ക് വേണ്ടി നീ വഴി തുറക്കണമേ. അത് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ല, ഇനി ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞു പോകരുത്. ആമേൻ സ്തോത്രം. അതിൻ്റെ പ്രത്യാഘാതം വലുതാണ്. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പം സംഖ്യാപുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം. സംഖ്യാപുസ്തകത്തിനകത്ത് ആമേൻ സ്തോത്രം നമ്മൾ സ്തോത്രം 22-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം വന്നിട്ട് ബിലെയാമിൻ്റെ ഇടയ്ക്ക് ചോദിക്കുക, സ്തോത്രം, ഇന്ന് നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നവരാരാ? നിന്നോട് കൂടെ നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നവർ ആരാ? സ്തോത്രം. നിന്നോട് കൂടെ നടക്കുന്നവരാരാ? സ്തോത്രം. അപ്പൻ ചോദിക്കത്തില്ല, അമ്മ ചോദിക്കത്തില്ല, അപ്പനും ചോദിക്കത്തില്ല, അമ്മ ചോദിക്കത്തില്ല. പക്ഷേ സ്വർഗം ചോദിക്കും. കുഞ്ഞെ, നിൻ്റെ കൂടെ നടക്കുന്നവർ കണക്ക് പറയണ്ടയോ? ഞാനിന്നും കൂടെ കണക്ക് പറയണം എന്നോട്. അമ്മേ, അതുകൊണ്ട് ഞാനിങ്ങനെ പറയാനുണ്ട്. അമ്മേ സ്തോത്രം, ഈ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പം വളരെ സൂക്ഷിക്കണം. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പം വളരെ സൂക്ഷിക്കണം. ആരോ ആ കൂടെ നടക്കുന്ന ആര് ചോദിക്കും? ഒരാൾ വെളിയിലും ചോദിക്കും, നിൻ്റെ കൂടെ നടക്കുന്ന ആരാന്ന് ചോദിക്കും. പറയാൻ നല്ലൊരു ഉത്തരം വേണം. സ്തോത്രം. ബിലെയാം മറുപടി പറഞ്ഞ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്നൊരു കൂട്ടർ വന്ന് ആമേൻ ദേശത്തെല്ലാം ഇങ്ങനെ പെരുകിയിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. അവരെ ശപിക്കേണ്ടതിന് ആമേൻ സ്തോത്രം ബാലാക്ക് വന്നവരോട് പറഞ്ഞിരിക്കുക. അങ്ങനെ വന്നവരാണ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, സ്തോത്രം, എന്നാൽ നീ അവരോട് കൂടെ എന്ത് ചെയ്യണ്ട, നീ പോകണ്ട. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് ബിലെയാം വന്നിട്ട് അമ്മ ഇവരോട് പറഞ്ഞ്, അമ്മ കഴിഞ്ഞ രാത്രി ദൈവം പറഞ്ഞ് നിങ്ങളുടെ കൂടെ വരാൻ എന്നെ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ അമ്മ സ്തോത്രം, ഒരു സ്വഭാവം നമുക്കുണ്ട്. അമ്മ സ്തോത്രം, എന്നാൽ ഒന്നുകൂടെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഒരു വട്ടം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, പിന്നെ ചോദിക്കും ഒന്നുകൂടെ. കാരണം നമുക്കൊരു ഒരു വാക്യം കിടപ്പുണ്ട്, യാക്കോബ് പിടിവിട്ടില്ല, പിടിവിടാതെ നടന്ന് പ്രാർത്ഥിച്ച്. അങ്ങനല്ലയോ? പിടിവിടാതെ നടന്ന് പ്രാർത്ഥിച്ച്. ദൈവം പറഞ്ഞു വിടറാന്ന് പറഞ്ഞപ്പോഴേ വിട്ടിരുന്നെങ്കിൽ നേരെ നടക്കാമെന്ന് വെച്ചാൽ. അങ്ങനല്ലയോ? സ്വത്രം. പിന്നെ പിടിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇനി നിന്നെ വിടണമെങ്കിൽ നീ എന്നെ പിടിച്ചതെല്ലാവരും ഒന്ന് അറിയണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഹല്ലേലൂയ. നമ്മൾ ഈ മുട്ടിപ്പായി പിടിച്ച് പ്രാർത്ഥിക്കണ്ട. അമിസ്വത്ര. ദൈവസന്നിധിയിൽ ഞാൻ ഇങ്ങനെ പറയുന്നത്, കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ പിന്നെ കോടതി ചെന്ന് കൂടെ ഓർപ്പിക്കണം വച്ചാ വേണ്ട. ഒരിക്കലും ഒരു കേസ് ഫയൽ ചെയ്താൽ ആ കേസിന് ഒരിക്കലും വിധി വരുന്നേ. എല്ലാവരും വിടില്ലയോ? ഒരു വിധി വരും. ആ വിധി വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കാത്തിരുന്നാൽ മതി. അങ്ങ് എത്തിയിട്ടുണ്ടെങ്കിൽ മറുപടി വരും. ഗ്ലോറി. സ്തോത്രം. ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് അവൻ സ്തോത്രം. യാക്കോബ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് കുറച്ച് പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി എങ്ങനെ വന്നതെന്നറിയാമോ? അച്ഛൻ പറഞ്ഞു ഇവിടെ സ്തോത്രം. പിന്നെ വന്നത് മുടന്തി വന്ന് എല്ലാവരും ചോദിച്ചു എന്താ കാര്യം? പറഞ്ഞു കൂടുതൽ പിടിച്ചതാ കുഴപ്പമായത്. പ്രൈസ് ദി ലോർഡ്. വിടറാന്ന് പറഞ്ഞപ്പോഴും പിടി വിട്ടിരുന്നെങ്കിൽ നേരെ നടക്കായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തമ്പുരാൻ അവൻ ചോദിച്ചു, അവൻ സോദരൻ പോകണ്ടെന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞു, എന്നാൽ ഞാൻ ഇന്നുകൂടെ ഒന്ന് ചോദിക്കട്ടെ. ആ ചോദിപ്പിൻ്റെ അവസാനം നമുക്കറിയാം. ദൈവഹിത പ്രകാരമല്ലാതെ അവൻ ഇറങ്ങി തിരിച്ചതിൻ്റെ അവസാനം നമുക്കറിയാം. പിന്നത്തേതിൽ അവൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അവൻ്റെ അവസാനം കണ്ടില്ല. അവൻ സോദരൻ വേദപുസ്തകം പറയുന്നു, അവൻ ഞാനൊരു ഭക്തനെ പോലൊക്കെ മരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു ശത്രുവിനെ പോലെ അവൻ അന്ത്യമായി. ഈ ഭാഗം ഇന്ന് രാവിലെ കേരളത്തിൽ നിന്നിരുന്നല്ല, ഇവിടെ ഇരുന്ന് രാവിലെ ജിജോബറിൻ്റെ വീട്ടിൽ ഞാൻ ഒന്നുകൂടെ ധ്യാനിച്ചപ്പം ഞാൻ ഞെട്ടിപ്പോയൊരു സംഗതിയുണ്ട്. സ്തോത്രം. തിരുവെഴുത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. സംഖ്യാപുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ, അധികാലത്ത് ഇവരെല്ലാം ഇവിടെ എഴുന്നേറ്റ് നിന്ന് മോശയോട് പറഞ്ഞ്, ഞങ്ങൾ ഈ മലയിലോട്ട് കയറി പോവാ. ദൈവത്തോട് ഞങ്ങൾ പാപമൊക്കെ ചെയ്തു.
ഞങ്ങൾ കയറിപ്പോവുക. മോശ പറഞ്ഞു, പോകരുതേ, ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല, ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല, പോകരുതെന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവരാരെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഈ ജനത്തെ വിളിക്കുന്ന പേരാണ് അമിസ്തോത്രത്തിലെ ദുർവർത്തമാനം പറഞ്ഞവർ. സ്തോത്രം. ആരാ ഇവരാരാ? ഇവർ ദുർവർത്തമാനം പറഞ്ഞവരായിട്ട് ഇവരെ കാണിച്ചിരിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ സ്തോത്രം. ഈ ജനത്തെ വിളിക്കുന്ന പേരാണ് ദുർവർത്തമാനം പറഞ്ഞവർ. എന്താ ഇവർ ദുർവർത്തമാനം പറഞ്ഞതെന്നറിയാമോ? ഒത്തിരിയൊന്നും പറഞ്ഞില്ല. ഇവർ പറഞ്ഞൊരു കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്, അമ്മേ സ്തോത്രം, ഇവരെല്ലാവരും ജനത്തെ തിന്നുകളയുന്നവരാണ്. 2, ഇവർ അതികായകന്മാരാണ്, ഇവർ മല്ലന്മാരുടെ സന്തതികളാണ്. പിന്നെ അവരെ നോക്കി തന്നെ പറഞ്ഞു, ഞങ്ങളെല്ലാം വെട്ടുക്കിളികളുമാണ്. സ്തോത്രം. ഇത്രേ പറഞ്ഞോളൂ. ദൈവമായ കർത്താവ് പറഞ്ഞു, ദുർവർത്തമാനം പറയുന്നവരാ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്താണെന്നറിയാൻ പറ്റിയത്? ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞു, ദൈവഹിതമില്ലാതെ നിങ്ങൾ ഈ പ്രവർത്തിച്ച പ്രവൃത്തിക്ക് അമിസ്തോത്ര, ഹല്ലേലൂയ, ഞാനൊരുക്കുന്ന അമിസ്തോത്ര ഈ വാഗ്ദത്ത നാട് കാണത്തില്ല. ഒത്തിരി ഒന്നും ചെയ്തില്ല, ഒത്തിരി പാവമൊന്നും ചെയ്തില്ല, ഒത്തിരി തെറ്റ് ചെയ്തില്ല, ഒത്തിരി കാര്യം ചെയ്തില്ല. പക്ഷേ അവർ പറഞ്ഞ ഒറ്റ വാക്കിന് ഈ ഇവർ ജനത്തെ തിന്നുകളയുന്നവരാണ്, അതികായകന്മാരാണ്, ഇവർ ആമേസ്തോത്രത്തിൽ മല്ലന്മാരുടെ സന്തതിയാണ്, ഇവർ വെട്ടുക്കളിയാണ് എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവർ കയറത്തില്ലെന്ന് പറഞ്ഞു. ഇച്ചിരി മണിപ്പരല്ല, ഏകദേശം 6,33,550 പേര്. സ്തോത്രം. ഇവരാരും കയറിയില്ല. ഇവരെ ആദ്യം സംഖ്യപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഇവരെ സംഖ്യ എടുത്തത് എന്തിനാണെന്നറിയാമോ? ഈ സംഖ്യ എടുത്തത് ഇവരെ യുദ്ധം ചെയ്യുന്ന പ്രാപ്തിയുള്ള പുരുഷന്മാരായിട്ട്, മല്ലന്മാരായിട്ടാണ് ഇവരെ തിരഞ്ഞെടുത്തത്. പക്ഷേ 14-ാമത്തെ അധ്യായം വന്നപ്പോൾ പ്രവേശിക്കാൻ കഴിയാത്ത പുറത്തു തള്ളുന്നവരായി തീർന്നു. അതിൻ്റെ പ്രത്യാഘാത നിങ്ങൾക്ക് അറിയാമോ? ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞതിൽ പ്രകാരം സ്വർഗത്തിലെ ദൈവം പറയാണ്, നിൻ്റെ തലമുറകളുണ്ടല്ലോ അമേസ്വത്രം, നീ പറഞ്ഞ അമേസ്വത്രം നിങ്ങൾ ഒറ്റുനോക്കാൻ പോയ 40 ദിവസത്തിന് ഒത്തവണ്ണം 40 വർഷം വരെ ഈ മരുഭൂമി കിടന്ന് അലയുന്നു. എവരെന്തു ചെയ്തച്ചാ? ദൈവഹിതമില്ലാതെ അമേസ്തോത്ര അവർ പറഞ്ഞതിന് നിരപരാധികളായ തലമുറകൾ ഇവിടെ കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ് അവരോട് സ്വർഗം പറഞ്ഞു, ഈ തലമുറ അവിടെ കടക്കും. കൊള്ളയാകുമെന്ന് പറഞ്ഞ് നിൻ്റെ ഈ തലമുറയാണല്ലോ അവിടെ കടക്കും. പക്ഷെ അവർ കടക്കണമെങ്കിൽ ഈ 6,33,550 പേരും ഈ മരുഭൂമിയിൽ അവസാനിച്ച ആള്, അവസാനത്തെ ആളാരാണോ അവരോട് വീണിട്ടല്ലാതെ എന്ത് ചെയ്യത്തില്ല, കനാൻ നാട്ടിലേക്ക് ഈ തലമുറ കടക്കത്തില്ല. ഞാൻ ഭയന്നു പോയി. ദൈവമേ, ഒരു വാക്കിനകത്ത് എൻ്റെ ദൈവം ഒരുക്കുന്ന വഴിക്ക് തടസ്സമായി ചില മേഖലകൾ വന്നല്ലോ. ഞാൻ ഇന്ന് രാവിലെ ഈ വേദപുസ്തക ഭാഗം വായിച്ചിട്ടു ദൈവത്തോടറിയാതെ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ ചിലത് പറയും. ഇന്ന് രാത്രി എനിക്ക് ഓർപ്പിക്കാനുള്ളത്, അറിവില്ലാതെ വാക്കുകൾ ഉച്ചരിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അറിഞ്ഞോ അറിയാതെയോ ഇന്ന് രാത്രി ദൈവമായ കർത്താവ് ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമായ കർത്താവ് നിന്നെ ഓർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെങ്ങനെയെന്ന് ചോദിക്കരുത്, അതിനകത്ത് സംശയം പ്രകടിപ്പിക്കരുത്, അതിനകത്ത് നിരാശ പ്രകടിപ്പിക്കരുത്, അതിനെക്കുറിച്ച് വാഗ്വാദങ്ങൾ നടത്തരുത്. ഇന്ന് രാത്രി ആമേൻ പറഞ്ഞിട്ട് മുഴങ്കാൽ മടക്ക്, ദൈവം പ്രവർത്തിക്കും. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ ഞാൻ പറയുന്നത്? നിരപരാധികളായ, ഇടങ്കയും വലങ്കയും അറിയാത്തതാ ഈ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടോ? അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല, അവർ കളിച്ചും ചിരിച്ചിരിക്കുക ഇപ്പം. പക്ഷെ നമ്മൾ പറയുന്ന വാക്ക് ദൈവഹിതമല്ലെങ്കിൽ എൻ്റെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങിപ്പോവും. 40 വർഷം അവരലഞ്ഞത് അവർ നിമിത്തമല്ല. ഞാനും ചോദിച്ചു, ദൈവമേ, 40 വർഷം ഈ കുഞ്ഞുങ്ങൾ നടന്നല്ലോ അച്ഛാ. ഇന്ന് രാത്രി ദൈവഹിതത്തിനായിട്ടൊരു വാക്ക് മാത്രമേ ഇനി വായി വീഴാവൂ. അല്ലെങ്കിൽ അത് കാരാഗ്രഹമാണെങ്കിലും അതിനകത്തൊരു ദൈവീയ പദ്ധതിയുണ്ട്. സമയമില്ല, ഞാൻ പുറകാലം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവങ്ങളെ, ദൈവഹിതം എന്ന് പറയുന്ന സംഗതിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരാഗ്രഹമാണെങ്കിലും
മോശമായ ദോഷമായ ഒരു വാക്ക് പറയരുത്. സ്തോത്രം. സ്വർഗം അത് കേട്ട് കുറിച്ചിട്ടു. ആ തലമുറ 40 വർഷം ഈ 6 ലക്ഷത്തിൽ പരം വരുന്ന ജനം അവസാനത്തെ ആള് അമിസുദ്രം മരുഭൂമിയിൽ അടക്കി മണ്ണിട്ടപ്പോൾ സ്വർഗം പറഞ്ഞു, ഈ തലമുറ കനാലിലേക്ക് കയറുക. ഇന്ന് രാത്രി ഒരു വെറുവെറുപ്പുകാരനോ ഒരു സംശയമോ അവൻ അവിശ്വസ്തതയോ അവൻ ഇന്ന് രാത്രി അവൻ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി വീഴുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തോട് മുട്ടി പറയണം, അപ്പച്ചാ, അറിവില്ലാതെ എൻ്റെ വായിൽ നിന്ന് വീണ വാക്കുകൾക്ക് മുമ്പിൽ ദൈവമേ, നീ ഒരുക്കിയിരിക്കുന്ന വഴികളോ, നീ ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങളോ, നീ ഒരുക്കിയിരിക്കുന്ന നന്മകളോ, നീ ഒരുക്കിയിരിക്കുന്ന സൗഖ്യങ്ങളോ ഇന്ന് രാത്രി എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ആരോടും പറയണ്ട, ഏറ്റു പറയണ്ട, ആരോടും പറയണ്ട. ഒറ്റയ്ക്കിരുന്ന് പറയണം, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ പേരാ ദൈവഹിതം. അറിയത്തില്ലെന്ന് പറയുന്നവനെ സ്വർഗം ഒരിക്കലും തള്ളത്തില്ല. ദാവീദ് പാപം ചെയ്തു. നാദാമെന്ന് പറഞ്ഞു, ആ മനുഷ്യൻ രാജാവാ. ഉടനെ ആ മനുഷ്യൻ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്തു പോയി. ആ ഒരൊറ്റ വാക്കിനകത്ത് ദൈവം മനുഷ്യന് ഭാവി ചരിത്രത്തെ തിരുത്തി കുറിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവിനെ വിളിച്ച് പറയട്ടെ, ദൈവഹിതമില്ലാത്തൊരു വാക്ക് നിമിത്തം അവൻ സ്തോത്രം ഹല്ലേലൂയ എൻ്റെയോ നിങ്ങളുടെയോ തലമുറകളുടെ മേൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളുടെ മേൽ ദൈവം ഒരുക്കുന്ന പദ്ധതിക്കെതിരായി ശത്രുവായവൻ ഒരുക്കിയിരിക്കുന്ന കെണികൾ, ചിന്തകൾക്കകത്തൂടെ, വാക്കുകൾക്കകത്തൂടെ ദൈവീയ നന്മകളെ തടയുന്ന മേഖലകളെ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞാനത്, ഈ വാക്യം ഇന്ന് രാവിലെയാ, അത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇത് ഇപ്പം പിടിച്ചതല്ലോ, പറയത്തില്ലേ? എന്നോട് ഒരാൾ ചോദിച്ചു, എത്ര മെസ്സേജ് ആയിട്ടാ പോകുന്നു? ഞാൻ പറഞ്ഞു, അങ്ങനെ എന്തൊരു പരിപാടിയാണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെയല്ല, എനിക്ക് രാവിലെ ബൈബിൾ വായിക്കും, ബൈബിൾ വായിക്കുമ്പോൾ വാക്യം പ്രകാശിക്കും. ദൂത് മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അത് ദൈവഹിതമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്കിവിടെ പ്രാർത്ഥിക്കണ്ടയോ? പൗലോസ് പറയാ, ദൈവഹിതം അമ്മ തിരിച്ചറിയാം. റോമലേഖനത്തിൽ പൗലോസ് തന്നെ പറയുന്നൊരു പദമുണ്ട്, അമ്മ സുതരം ദൈവഹിതം തിരിച്ചറിയണം, മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കിയൊന്ന് എന്തിനാ പുതുക്കം പറയുന്നത് എന്തറിയാമോ? എവിടൊക്കെയോ കൊച്ചു വീഴ്ചകൾ, ഒത്തിരിയൊന്നുമില്ല, കൊച്ചു വീഴ്ചകൾ, അത് ഒന്ന് മാറിയിട്ട് മനസ്സിനൊരു പുതുക്കം വന്നു കഴിയുമ്പോൾ അറിയാതൊരു ദൈവ സാന്നിധ്യവും ദൈവീയ സമാധാനവും ഒരു ദൈവീയ സ്വസ്ഥതയും നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ഓർത്തോണം, എവിടേക്കോ ചില തുറക്കുകയാണ്, എവിടേക്കോ ചിലത് ഓപ്പണാകുകയാണ്, എവിടേക്കോ ചില മണ്ഡലം വിടുതൽ നടക്കുകയാണ്, എവിടേക്കോ ദൈവീയ സന്ദർശനം ഉണ്ടാകുകയാണ്. ചില ഭാരങ്ങൾ നീങ്ങിപ്പോയതുപോലെ തോന്നുന്നെങ്കിൽ, ഒരു സ്വസ്ഥതയാണ് വരുന്നെങ്കിൽ, എന്തോ ഒരു പ്രത്യാശ അവൻ സ്വന്തം ഹൃദയത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പിച്ചോ, ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കുന്നു. അതാ തെളിവ്. ഭാരം മാറി. അലയത്തി വന്ന് ഹന്ന പ്രാർത്ഥിച്ചു. ഭയങ്കര വേദന. പക്ഷെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പം മുഖത്തൊരു പ്രസന്നത ഇല്ല വെച്ചാ. ഇവരെ പാട്ടൊക്കെ നന്നായിരുന്നു, സ്വത്രം, ഒരു പ്രസന്നത. പിന്നെ ആ മാതാവ് ജീവിതത്തിൽ ആ ഒരു വിഷയം പറഞ്ഞ് ഒന്ന് പറഞ്ഞാട്ടെ, കരഞ്ഞില്ല. പരാതി കൊണ്ട് ഭർത്താവിൻ്റെ അടുക്കൽ ഹലോ പോയില്ല. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ അകത്തും ഈ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ, ദൈവഹിതമെന്ന് പറയുന്ന സംഗതി വ്യാപരിക്കുമ്പോൾ, നിന്റെ മുഖത്തെ ആദരിക്കാൻ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ, നിന്റെ മുഖത്തെ ഉയർത്തുവാൻ, നിന്റെ വേദനയെ മാറ്റാൻ, ഇന്നലെ കരഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങും.
സ്തോത്രം. അതിന് നമ്മൾ ഓടി കാടും മേടുന്ന ഓടി നടക്കണ്ട. ഞാൻ പറയാറുണ്ട്, ഈ പ്രവാചകന്മാരെ ഓടി തേടി പോകണ്ട. പിന്നെ സ്തോത്രം, ഇവിടെ അങ്ങ് മടക്കുക, മുട്ട് മടക്കുക. അപ്പോഴൊരു വിളി വിളിച്ച നമുക്കത് മുട്ട് മടക്കാൻ പറ്റാതെ നമ്മളിങ്ങോട്ട് ഓടുന്നേ. അച്ഛാ ഒന്ന് പറയാം, പ്രാർത്ഥിക്കരുത്, ഒന്ന് പറയാം. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? എനിക്കോ മുട്ട് മടക്കാൻ വയ്യ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അമേ സ്തോത്രം. ഹല്ലേലൂയ. വൈദ്യൻ മരുന്നുമായി നമ്മൾ എടുക്കാൻ നിൽക്കുക, നമ്മളൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഇന്ന് രാത്രി അധരം തുറക്കുക. അമേ സ്തോത്രം. ഹല്ലേലൂയ. അമേ സ്തോത്രം. ശബ്ദിയോടെ വാ തുറക്കുക. നിന്റെ അധരത്തെ തുറക്കുക, നിന്റെ അധരത്തെ വിസ്താരത്തിൽ തുറക്കുക. ദൈവമായ കർത്താവ് അതിനെ പ്രകാരം മാനിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. അതുകൊണ്ട് കൊച്ചുവാ. എൻ്റെ സമയം ഇവിടെ എന്നോട് പറഞ്ഞ സമയം നിർത്തിക്കൊണ്ട് തീർന്നു വരികയാണ്. സ്തോത്രം. ഒരു 5 മിനിറ്റിനകത്ത് അമേ സ്തോത്രം. പൗലോസ് അമേ ഫിലിപ്പിയിലെത്തി. അവിടെയും പറഞ്ഞു അമേ സ്തോത്രം ദൈവഗീതം. അവിടെ സഭ സ്ഥാപിച്ചു. അവിടെ നിന്ന് അമേ സ്തോത്രം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അമേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊല്ലോനിയ തെസ്സലോനിക്കയൊക്കെ കഴിഞ്ഞ് ബെരോവയിലൊക്കെ എത്തി, കൊരിന്തിലൊക്കെ എത്തി, കങ്ക്രയൊക്കെ എത്തി. അവിടെ നിന്ന് കൃപയാൽ തിരിച്ചു മടങ്ങി. 2ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ടേ മടങ്ങി. ഇങ്ങനെ കെങ്ക്ര ഒരു നേർച്ച ഉണ്ടായിരുന്നു. ആ നേർച്ചയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ നേരെ പോകുന്ന വഴിക്ക് അറിയാതെ എഫേസോസിലങ്ങ് എത്തി. അവിടെ അറിയാതെ എത്തിയത്, അത് പദ്ധതിക്കകത്തില്ലായിരുന്നു, അത് പ്ലാനും പദ്ധതിക്കകത്തില്ലായിരുന്നു. അറിയാതെ എത്തിയപ്പോൾ അവിടെ എഴുതിയിരിക്കുക. അതിന് 18-19 വായിക്കുക. അവിടെ ചെന്നിട്ട് പൗലോസ് അമേസ്തോത്ര കപ്പലിൽ അമേസ്തോത്ര അവിടെ ഇറങ്ങിയപ്പോൾ അമേസ്തോത്ര അവരെ ചോദിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളോടുകൂടെ കുറച്ച് നാളുകൂടെ നിൽക്കുമോ? ഉടനെ പൗലോസ് പറഞ്ഞു, ദൈവഹിതം ഉണ്ടെങ്കിലേ ഞാനിനി നിങ്ങളെ കാണും. തീർച്ചയില്ല. പക്ഷേ ആ വാക്ക് സ്വർഗം അങ്ങേറ്റെടുത്തു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതാ, അറിയാതൊരു വാക്ക് പറഞ്ഞതാ, അറിയാതൊരു വാക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അമേ സ്തോത്രം 19-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 19:1 നമ്മൾ വായിക്കുമ്പം ആമേ സ്തോത്രം പൗലോസ് 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് അതാണ് പിന്നെ എഴുതി കാണിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് എവിടെ എത്തി? ഈ ഉൾനാട്ടിൽ കൂടെ വന്നെങ്കിലും എത്തിയത് എവിടാച്ചാ? എഫേസോസിലെത്തി. പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഏറിയ കാലം അമേ സ്തോത്രം പിന്നത്തേതിൽ അവിടെ താമസിച്ചൊരു ശുശ്രൂഷ ചെയ്തു. അസാധാരണമായ വീര്യപ്രവൃത്തിയൊക്കെ ചെയ്തു. അമേ സ്തോത്രം. സ്വർഗത്തിന് പൗലോസിൻ്റെ വാക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവഹിതമുണ്ടെങ്കിൽ വരുമെന്ന് ആ പറഞ്ഞ വാക്കിൻ്റെ പിന്നിൽ എഫേസസ് പട്ടണത്തെ അമേ തിരുവെഴുത്തിൽ നമ്മൾ അമേ സ്തോത്രം വായിക്കുന്നില്ലേ? അർത്തമിസ് എന്ന് പറയുന്ന ദുഷ്ടശക്തിയുടെ കുടിയിരിപ്പ് കേന്ദ്രം ഇരുന്നിടത്ത് 3.5 വർഷക്കാലം പൗലോസ് അമേ സ്തോത്രം ശുശ്രൂഷയിൽ ശക്തിയോട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന, അവിടെ ശക്തമായ ശുശ്രൂഷകൾ നിറവേറ്റിക്കൊണ്ടിരുന്ന ഒരു ശക്തമായ സഭയെ ഉടലെടുത്തു. ആ സഭയോട് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ആമേൻ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ എന്ന് പറഞ്ഞാട്ടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങളത് അറിയണം. ഇത് പറയുന്ന ആളോട് ചോദിക്കും, നിങ്ങൾ അറിഞ്ഞാന്നോ? അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ. ഇത് നിങ്ങളിത് അറിഞ്ഞാന്നോ? പൗലോസ് പറഞ്ഞു, ഞാൻ അറിഞ്ഞതാ. സ്തോത്രം. ആമേ സ്തോത്രം. ഒരിക്കൽ കല്ലേറ് കൊണ്ട് ബോധം മറഞ്ഞ് നിലത്ത് വീണപ്പോൾ എല്ലാവരും പറഞ്ഞു, ആള് ആരാണ്ടൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. പ്രീസ്തലോ മരിച്ചു. എല്ലാവരും പറഞ്ഞു മരിച്ചു പോയി. ഇനി പേരൊക്കെ അറിയിക്കുള്ളവരൊക്കെ അറിയിച്ചോ. നമ്മുടെ പൗലോസ് മരിച്ചു. പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഇവരെല്ലാം കൂടെ കൂടി ഇങ്ങനെ നിൽക്കുക നോക്കി. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയല്ല. അവരെന്തിനുണ്ട്? അന്യഭാഷ ശബ്ദന കസ്തുരീകൾ പ്രൗഢീരകൾ കമനാരകത അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞാട്ടെ, നിങ്ങൾ വേദവസ്തു നോക്കി ഊപ്പാട് വരുത്തുള്ളൂ. നോക്കിയാ ഫ്രീസിലോ എവിടെ ശബ്ദനാരകട കിടക്കുന്നേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഏറുകൊണ്ട് പൗലോസ് എഴുന്നേറ്റു.
എഴുന്നേറ്റ് ആ ജനത്തിന് നടുവിലൂടെ പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി എന്നല്ല, അടി കിട്ടിയത് ഏറുകൊണ്ട് നോക്കുന്നത് ചികിത്സിച്ച് മരുന്ന് വെക്കാമെന്ന് പറഞ്ഞതല്ല. പിന്നെ നമ്മൾ വായിക്കുന്ന പുള്ളി ദർബയ്ക്ക് പോയെന്നാ. എന്തോതിനാച്ചാ? ശുശ്രൂഷയ്ക്ക്. പൗലോസിനൊരു കാര്യം അറിയാം, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അളക്കാൻ പറ്റാത്ത ആർക്കും അളക്കാൻ പറ്റാത്ത ഒരു ദൈവശക്തി ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ സഭയോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾ പറയണം. ഒരു ഇടയൻ്റെ നല്ല മനസ്സാണ്, ഒരു നല്ല മനസ്സാണ്. ഞാൻ അറിഞ്ഞാന്നല്ലോ, നിങ്ങൾ പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറയാനായിട്ട് അദ്ദേഹം ഉദാഹരണം കാണിച്ചതാണ് എൻ്റെ വിഷയം. ദൂതിലേക്ക് വരിക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാനേ അവൻ്റെ അളവറ്റ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. ഇത് പറയാൻ പൗലോസ് ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചു, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാ, അവൻ ക്രിസ്തുവിലും, പറഞ്ഞാട്ടെ, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഹല്ലേലൂയ. ഈ അളവറ്റ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. എവിടാ? ഗന്നസരത്ത് തടാകത്തിലല്ല, കാനാനിലെ കല്യാണ വീട്ടിലും അല്ല, ഗദരദേശത്തല്ല. ഇത് വ്യാപരിച്ചത്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ അരിമത്തിലെ യോസേപ്പിൻ്റെ കല്ലറ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ഒരു പ്രയോജനമില്ല, ഒരു പാഴായ ഒരു ശരീരമായിരുന്നു. എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ കൊള്ളാത്തൊരു ശരീരമായി കൊണ്ടടക്കിയ ഒരു കല്ലറയായി അരിമത്തിലെ യോസേപ്പിൻ്റെ കല്ലറ. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു പോയൊരിടമായിരുന്നു ഈ കല്ലറ. ഒരു പ്രതീക്ഷയില്ല. അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട പൗലോസ് പറഞ്ഞത് അവൻ വ്യാപരിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. എന്ന് പറഞ്ഞ സമയം തീർന്നു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ അവൻ വ്യാപരിച്ചു. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒറ്റ കാര്യം പറയാം. ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, ഒരു പ്രയോജനമില്ലാത്ത ആ ശരീരത്തിന് വേണ്ടി അരിമത്യക്കാരൻ യോസേഫ് അച്ഛ വില കൊടുത്ത് ഒരു ശീല വാങ്ങി. കുറച്ച് സഹോദരിമാര് സുഗന്ധവർഗത്തിന് വേണ്ടി ഓടി നടന്ന് കടകളിൽ പോയി വാങ്ങിച്ചു കൂട്ടി സാമ്പത്തികം ചെലവഴിച്ചു. എന്തിനറിയാമോ? ഒരു പ്രയോജനമില്ലാത്തതിന്. പ്രയോജനമില്ലാത്തതിൻ്റെ കാരണം വേദപുസ്തകത്തിനകത്തുണ്ട്. ഞാനത് പറയുന്നില്ല, അതിലേക്ക് പോയി പിന്നെ അത് മൊത്തം പറയണം. 4-5 കൂട്ടം കാര്യമുണ്ട്. ഒരു പ്രയോജനമില്ലാത്തതിനു വേണ്ടി വില മുടക്കിയവൻ്റെ ആ പ്രയത്നത്തെ ആദരിക്കുന്നൊരു സ്വർഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് പ്രയോജനമില്ലാത്ത ഒരു അരിമത്തിലെ യോസേപ്പിൻ്റെ കല്ലറയെക്കുറിച്ചല്ല. ഇന്ന് രാത്രി ഞാനിവിടെ സമ്പാദിക്കുന്നത്, ഇന്ന് രാത്രി തുറക്കപ്പെട്ട കല്ലറയിൽ നിന്ന് പ്രയോജനമുള്ളവനായി പുറത്തു വന്ന നസ്രേനായ ക്രിസ്തുയേശുവിന് വേണ്ടി വില കൊടുക്കുവാൻ മനസ്സുള്ളവരും വില കൊടുത്തിട്ടുള്ളവരോടും ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള കാര്യമുണ്ട്. അത് പാടല്ല. അത് നഷ്ടമല്ല. അത് നഷ്ടമാകത്തും, പറഞ്ഞാട്ടെ, അത് നഷ്ടമാകത്തും ഇല്ലച്ചാ, നഷ്ടമാകത്തില്ല. എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ കല്ലറയ്ക്കകത്തെ ഈ വില കൊടുത്ത് വാങ്ങിയൊരു ശീല ഇരിപ്പുണ്ട്. ഈ ശീല എഴുന്നേറ്റപ്പോൾ വാരി എങ്ങോട്ടെങ്കിലും മൂലിക്കെട്ട് പോയെന്നല്ല വായിക്കുന്നത്. എങ്ങനെ വായിക്കുന്നത്? ആ തല ചുറ്റുന്ന ശീല എടുത്ത് മടക്കി ഭദ്രമായിട്ട് ആ തലയ്ക്കിൽ വെച്ചിട്ട് പോയി. വില കൊടുത്തവൻ്റെ പ്രയത്നത്തെ അതേപോലെ വിലമതിക്കുന്നവനായ ഒരു നസ്രയനായ യേശു ക്രിസ്തുവിനോട് ഇന്ന് രാത്രി വില കൊടുക്കുന്നവരും വില കൊടുത്തവരും പ്രയത്നിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ഇരിക്കുന്നവരുമായവരെ, നമ്മുടെ പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമല്ല. ക്രിസ്തയേശുവിൽ അതൊക്കെ മാന്യമായവൻ തീർത്തു തരുവോ. എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, അവനിലും വ്യാപരിച്ചു.
അവനിലും വ്യാപരിച്ചു. ഒരു കാര്യം മാത്രം പറയാം. സങ്കീർത്തനം 22 വാക്യമുണ്ട്. കർത്താവ് പറയുന്നൊരു പ്രവചന ഭാഗമാണത്. എൻ്റെ അസ്ഥികളെല്ലാം, പറഞ്ഞാട്ടെ, അസ്ഥിയുടെ ബന്ധം പോയാ അച്ഛാ പിന്നെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുമോ അച്ഛാ? എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഒരു ഓട്ടോ പറഞ്ഞപ്പോൾ ഈ ഓട്ടോക്കാരൻ ഓട്ടോയുടെ അടി വീണു. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടി വന്നവരെല്ലാം പെട്ടെന്ന് ഇവൻ്റെ കാലെ പിടിച്ച് വലിച്ചു. ആള് പുറത്ത് വന്നു. പക്ഷേ കുറച്ചു നേരമൊക്കെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അവരെന്തോ വല്ലായ്മ, പിന്നെ താഴോട്ട് തളർന്നു പോയി. പറഞ്ഞത് ഒരു കശേരം ഇച്ചിരി ഒന്നാകുന്നതാ. 206 അസ്ഥികൾക്കകത്തുള്ള കർത്താവിനെ കുറിച്ച് പറയുന്നു. അവൻ്റെ അസ്ഥികളെല്ലാം ആ ക്രൂശിൽ നിറക്കുമ്പോൾ ശരീരം ഒരു പാഴ്പിണ്ഡം പോലെയാണ് അരിമത്തിലെ യോസേപ്പ് ഏറ്റെടുത്തെങ്കിൽ, ഇന്ന് രാത്രി യേശുവേ എന്തിനാ നിൻ്റെ അസ്ഥികൾ ഇങ്ങനെ ബന്ധം വിട്ടെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി എൻ്റെ അസ്ഥികൾക്കൊരു ബലം വരേണ്ടതിന്, അകന്നുപോയ ചില ബന്ധങ്ങളെ പിടിച്ചെടുപ്പിക്കേണ്ടതിന്, അകന്നുപോയ ചില ജീവിതങ്ങളെ കൂട്ടിച്ചേർപ്പിക്കേണ്ടതിന് എൻ്റെ നാഥൻ കാൽവിയുടെ ക്രൂശിൽ അവൻ ബന്ധം വിട്ടുപോയെങ്കിൽ, മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ പ്രയോജനമില്ലാത്ത ഒരു ശരീരമായിരുന്നു ഈ കല്ലറ കൊണ്ട് വെച്ച്. ഒരു പ്രയോജനമില്ല. എന്തോ വേണം? എഴുന്നേക്കാൻ പറ്റാത്ത ഇവന് വേണ്ടി പൈസ മുടക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാലനങ്ങത്തില്ല, കൈ അനങ്ങത്തില്ല. എന്തിനാ ചെലവഴിക്കുന്നേ? എന്തിനാ ആ ശീല വാങ്ങിയത് കാശ് കൊടുത്ത് പിള്ളേരുടെ ഫീസ് കൊടുക്കച്ചാ? പറയുമല്ലോ, പോകുക സുഗന്ധവർഗം വാങ്ങിക്കാൻ. എന്തോ തന്നെ ഒരു പ്രയോജനമില്ല. പക്ഷേ ആ സഹോദരിമാരും ആ പാഴായ ശരീരത്തിന് വേണ്ടി അധ്വാനിച്ചു. പക്ഷേ ഇന്ന് രാത്രി എനിക്കൊരു കാര്യം അറിയാം. നമ്മൾ ആമേസ്വത്രം ഇത് കണ്ടിട്ടും അനുഭവിച്ചിട്ടുമാണെങ്കിൽ അവർ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തപ്പം അവർ ചെയ്ത പ്രയത്നത്തെ സ്വർഗം ആദരിച്ചെങ്കിൽ, ഇന്ന് രാത്രി ക്രിസ്തു യേശുവിൽ ആമേസ്വത്രം സന്തോഷത്തോടെ പ്രയത്നിക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ അളവറ്റ ശക്തി, ഞാൻ നിർത്തുകയാണ്, ഈ അളവറ്റ ശക്തി നമ്മളൊന്ന് തിരിച്ചറിയണം. ചില പാഴായിപ്പോയി എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ മേൽ, പ്രയോജനമില്ലെന്ന് പറയുന്നതിൻ്റെ മേൽ, അകന്നുപോയ ബന്ധങ്ങളുടെ മേൽ ഇന്ന് രാത്രി കർത്താവെ ഇതൊന്ന് വ്യാപരിക്കുന്നെങ്കിൽ ചിലത് കൂടി വരും. ഇഹസ്കേൽ കണ്ട താഴ്വരയ്ക്കകത്ത് അസ്ഥിയോട് ചേർക്കത്തക്കണം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം. ആമേസ്വത്രം ചേരേണ്ടത് എവിടെയാണോ, ചേർക്കേണ്ടത് എവിടെയാണോ, കൂടേണ്ടത് എവിടെയാണോ, ആമെ തിരിച്ചറിയുന്ന ദൈവശക്തി ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേസ്വത്രം ഹല്ലേലൂയ, അത് നഷ്ടമല്ല. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങനെ മറ്റമില്ലാത്ത ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അമ്മ പ്രയോജനമില്ലാത്തവരാണ് എങ്കിലും നാഥാ, ഞങ്ങളെ അങ്ങയുടെ അളവറ്റ ശക്തിയാൽ നിറച്ചുകൊണ്ട് ദൈവഹിതത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങളെക്കുറിച്ചുള്ള ദൈവീയ